അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് പാർട്ട് 1 വീഡിയോ അല്ല പാർട്ട് 2 വീഡിയോ ഇടാൻ. അപ്പോഴത്തേക്ക് പാർട്ട് 2 ചെയ്യാൻ താമസിച്ചതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം വിചാരിച്ച ഈ വണ്ടി റീസ്റ്റോറേഷൻ ചുമ്മാ വണ്ടി ഒന്ന് കഴുകി സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാമെന്നായിരുന്നു. പക്ഷേ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് വണ്ടി ഇറക്കാനൊരാഗ്രഹം തോന്നി. അപ്പോൾ നമ്മൾ മൊത്തം വണ്ടിയുടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുള്ള തിരക്കിലായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോഴാണൊരു സമയം കിട്ടിയത്. ഇതിലെ വർക്ക് ഇപ്പം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് ഫുള്ള് ഇവിടെ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ചാൽ എയർ ചെക്ക് ചെയ്യണം, പിന്നെ ഹൗസിങ് ഓയിൽ മാറണം. അപ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്യണം വണ്ടി. അപ്പോൾ ഇത്തരം വർക്ക് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. ഇപ്പം ഇവിടെ നിന്ന് ഫുള്ള് ക്ലീൻ ചെയ്തിടുവാണെങ്കിൽ അവർക്ക് വന്നിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം അന്ന് ഞാൻ ഇറക്കാൻ നോക്കിയെന്ന് വെച്ചാൽ അന്ന് ഇറക്കാനല്ല, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ചുമ്മാ കാണിക്കുമ്പോൾ വരുന്ന പ്രശ്നമെന്ന് വെച്ചാൽ ഇത് പഴയ ഓയിലായിരിക്കും വണ്ടിയുടെ അകത്ത് കിടക്കുന്നത്. അപ്പോൾ ഈ ഓയിലിൻ്റെ അകത്ത് ഇങ്ങനെ പൊടി പോലത്തെ സാധനങ്ങളും അതൊക്കെ കാണും അതിൻ്റെ അകത്ത്. പിന്നെ നമ്മുടെ റേഡിയേറ്ററിൻ്റെ അകത്ത് വെള്ളത്തിൽ പാല് കാണുമെന്നെങ്കിൽ അത് ഇറങ്ങിപ്പോയി കാണും. അപ്പോഴത്തേക്ക് നമ്മളിത് ഡീസൽ പമ്പ് വെച്ച് അടിച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വണ്ടി ജസ്റ്റ് സ്റ്റാർട്ട് ആവത്തേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് നാളെയും വണ്ടി ഓടണ്ടേ. അപ്പോഴത്തേക്ക് ഒരുവിധം ഈ മാസം അവസാനത്തിനുള്ളിൽ അവർ വന്നിട്ട് സെറ്റിൽമെൻ്റ് ആക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുവരെ അപ്പോഴത്തേക്ക് മെക്കാനിക്കൽ പരമായിട്ടുള്ള വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ കഴുകൽ ഓരോരോ പാർട്ടിനെയും പയ്യെ വരുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്തൊരു ഡീറ്റെയിലിംഗ് വാഷ് കൊടുക്കാനൊരു പ്ലാനുണ്ട്. അതെന്ന് വെച്ചാൽ ഫുള്ള് മറ്റേ പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഈ വണ്ടിയുടെ ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളും അത് ചെയ്യണം. അങ്ങനെ കുറച്ച് വർക്കുണ്ട്. അപ്പോൾ പേപ്പറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ലേറ്റ് ആവുന്നത് വീഡിയോ എടുക്കൽ. അപ്പം അടുത്ത വീഡിയോ വരും. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ബട്ടൺ ഞെക്കണം, എന്നാലും അടുത്ത വീഡിയോ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് അടിപൊളിയാണ്. ഇതുപോലെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ രണ്ട് ബസ്സും ഇതേപോലെ ഇറക്കുന്നതായിരിക്കും. പിന്നെ ഗിയറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ സ്റ്റക്കാണോന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വീഴുന്നുണ്ട്, സെക്കൻഡ്, തേർഡ് വരെ വീഴുന്നുണ്ട്, ഫോർത്ത് സീനില്ല. അപ്പോൾ ഇത് കള്ളം വീണ് നടക്കുന്നുണ്ട്. അപ്പം ഗിയറിൻ്റെ കാര്യങ്ങളും പക്കായിട്ട് നോക്കണത്. റോഡിൽ ഇറങ്ങാൻ പോകുന്ന വണ്ടി ഇതായിരിക്കും. ഇതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഒരുവിധം സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതാണ് ഒരു ലാഗടിച്ച് നിൽക്കുന്ന ഇത്. നമ്മളിത് ഇറക്കിക്കൊണ്ട് ഇതിനെ പയ്യെ ഇറക്കുന്നതായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് വണ്ടി മാറ്റി നമ്മൾ വേറൊരു നമ്മുടെ ട്രാവലറോ അതൊക്കെ കിടക്കുന്ന അങ്ങോട്ട് മാറ്റാൻ പോകും. അപ്പോഴത്തേക്ക് അത് മാറ്റിയിട്ട് ഈ വണ്ടി രണ്ടും അവിടെ ഇട്ടുകൊണ്ട് അതിറക്കും. അത് ഇറക്കിയിട്ട് വേണം ഇതിറക്കാൻ. അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ ഫുള്ളൊന്ന് ഡീറ്റെയിലായിട്ടൊന്ന് ചെടിയൊക്കെ കളഞ്ഞിട്ട് സെറ്റ് ചെയ്യണത്. അപ്പോഴത്തേക്ക് അവർക്ക് മെക്കാനിക്കിന് എയറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും സസ്പെൻഷൻ നോക്കാനും മാറാനൊക്കെ അവർക്ക് ഈസിയാവും. ഈ വണ്ടിയുടെ ഈ സൈഡ് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു നേരത്തെ. പിന്നെ കാര്യമായിട്ട് പ്രശ്നമെന്ന് വെച്ചാൽ മെക്കാനിക്കൽപരമായിട്ട് ഓയിലും മാത്രം ഒന്ന് ചേഞ്ച് ചെയ്താൽ മാത്രം മതി. ഇനി അറിയത്തില്ല, ഇനി അവർ വരുമ്പോഴേ കറക്റ്റ് കാര്യം അറിയത്തുള്ളൂ. അവർ ഒന്നെങ്കിൽ നാളെ മറ്റന്നാളോ ആയിട്ട് ചിലപ്പോൾ വരും. ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും പിന്നെ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞല്ലോ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ഇട്ട് വെച്ചേക്കണം, എന്നാലും പാർട്ട് 1 ഉം 2 ഒക്കെ വീഴത്തുള്ളൂ. അപ്പോൾ അതെല്ലാവരും ഒന്ന് നോക്കുക കേട്ടോ. ഞാൻ പറഞ്ഞത് പാർട്ട് 3 വരെ ഉള്ള കാര്യമായിരുന്നു. ഇനി ചിലപ്പോൾ പാർട്ട് 4, 5 ഒക്കെ ഇറക്കാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ റീസ്റ്റോറേഷൻ ഫസ്റ്റ് ചിലപ്പോൾ കോൾഡ് സ്റ്റാർട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. കോൾഡ് സ്റ്റാർട്ട് കഴിഞ്ഞിട്ട് വരുന്നതെന്ന് വെച്ചാൽ ക്ലീനിങ് ആയിരിക്കും. ആ മെക്കാനിക്കലായിട്ട് കഴുകാമെന്ന് വെച്ചിരിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ കഴുകും. അത് ആൾക്കാരൊന്ന് ഫ്രീ ആവുന്ന നോക്കിയട്ടെ. ആലപ്പുഴ RTOയിലും അവിടെയൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് നോക്കാൻ സമയം കിട്ടിയില്ല. അപ്പോഴത്തേക്ക് അത് ചെയ്യാമെന്ന് വെച്ചിരിക്കുക. അപ്പം പാർട്ട് കോൾഡ് സ്റ്റാർട്ട് കഴിഞ്ഞിട്ട് വണ്ടി ചിലപ്പം G-ഫോം വിഡ്രോ ചെയ്യുമ്പോഴത്തേക്ക് വണ്ടി ഓടിക്കുന്ന റണ്ണിങ് ഷോട്ടും കാര്യങ്ങളൊക്കെ അത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വണ്ടിയുടെ ഓരോ പണിയും ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നത് ചിലപ്പം അതിൻ്റെ ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ആദ്യം അതൊന്ന് ഇട്ട് നോക്കും. അത് വേറെ വേഗം നോക്കുന്നുണ്ട്, വസ്ത്ര നോക്കുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഫേസ് ലിഫ്റ്റ് വരും. അങ്ങനെ ഇത് ഫേസ് ലിഫ്റ്റായിട്ട് മൊത്തം അത് അടിപൊളിയാക്കി സെറ്റ് ചെയ്ത് പണിഞ്ഞ് ഇറക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും സ്റ്റേ ട്യൂൺ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടിപൊളി സപ്പോർട്ടാണ് നിങ്ങൾ എന്തെങ്കിലും അത് തന്നെ പോവുക. പിന്നെ എൻ്റെ വ്ളോഗിങ് പ്രശ്നം വരും. എനിക്ക് വ്ളോഗ് ചെയ്ത് പരിചയമില്ല. ഞാൻ ആദ്യമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് വലിയ പ്രായമൊന്നുമില്ല. ഞാൻ +2ലാണ് പഠിക്കുന്നത്.
വണ്ടിയുടെ കുറച്ച് ഷോർട്സും കാര്യങ്ങളും നോക്കാം. ഓക്കെ, വണ്ടിയുടെ ഷോട്ട് കണ്ടല്ലോ. അപ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് വണ്ടിയുടെ ബാക്ക് നേരത്തെ അങ്ങനെ ഇതിൻ്റെ വീരയുടെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ബാക്ക് ലുക്ക് വരുന്ന വീരയുടെ ഈ ലുക്കാണ്. പിന്നെ BMRൻ്റെ പിന്നെ അത് BMRൻ്റെ ഒരു രസമാണ്. നേരത്തെ ഫ്രണ്ട് BMR, അതുകൊണ്ടാണ് BMR ഓടി എന്ന് പറഞ്ഞത്, പ്രകാശ് ആ സാധനം. അപ്പോൾ ഈ വണ്ടിക്ക് നേരത്തെ വരുന്ന കളറെന്ന് വെച്ചാൽ ഇതൊരു റോസ്, ഒരു ആഡോൺ ബ്ലൂ ആണ്, അങ്ങനെ പറഞ്ഞൊരു ബ്ലൂവും കൂടെ മിക്സ് ആയിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. നേരത്തെ വെച്ച് വെച്ചാൽ പെയിൻറ്റ് വരികയാണ്. ഈ ഒരു ഡിസൈനായിരുന്നു വണ്ടി ഫുള്ള് വരുന്നത്. സംഭവം നിങ്ങൾക്ക് മനസ്സിലായി കാണണം. പെയിൻറ്റ് പൊരിഞ്ഞ് ചൂടടിച്ചിട്ട് പൊരിഞ്ഞിരിക്കുക. പിന്നെ സസ്പെൻഷൻ്റെ കാര്യത്തിനാണ് ഒരു പേടി. ഇത് ലീക്കുണ്ടെങ്കിലേ പണിയാണ്. ഈ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ തന്നെയാണ് പ്ലാൻ. അപ്പോൾ അവർ വന്നിട്ട് അത് കറക്റ്റ് നോക്കണം. അത് ഒരു എത്ര മാസം, ഒരു 7 മാസം മുമ്പ് ഇതിൻ്റെ ട്യൂബും കാര്യങ്ങളും അതൊക്കെ പക്ക ആക്കിയിട്ടാണെന്നാണ് പറഞ്ഞ് വണ്ടിയുടെ ഇവിടുത്തെ സാരഥി പറഞ്ഞിട്ടുള്ളത്. ഞാൻ തിരക്കിയായിരുന്നു. ഈ വണ്ടിയുടെ ആകെ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ പറഞ്ഞ ആമ്പും കാര്യങ്ങളൊക്കെ വയറിങ് 5 ആമ്പായിരുന്നു. ഇതിൻ്റെ അകത്തായിരുന്നു ആമ്പ്. നേരത്തെ സെറ്റ് അവിടെ ആയിരുന്നു, അവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ടാക്കിയത്. പിന്നെ ഇതിൻ്റെ ഗിയറും ഇതും സ്റ്റക്കായിട്ട് കിടക്കും. എനിക്കൊന്ന് അവിടുത്തെ നോബിൻ്റെ അവിടുത്തെ പോയേക്കുന്ന ഹുക്കിൻ്റെ പ്രശ്നമാണ്. പിന്നെ ഇത് മാറണം. ഇത് മാറിയിട്ട് വോൾവോ ക്യാബിനാക്കണം. അത് പിന്നെ ഫ്രണ്ട് മാറുമ്പോഴത്തേക്ക് അത് സെറ്റാക്കാതെ സീനില്ല. പിന്നെ ഈ സൈഡൊക്കെ നോക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഫ്ലെക്സിനും കാര്യങ്ങളും ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ സെറ്റാണ്. ഇതെന്തോ സംഭവം എന്തോന്ന് അറിയാമെന്ന് പറയണം കേട്ടോ. ഈ സാധനം ഇതെന്തോന്നൊരു പിടുത്തം കിട്ടിയിട്ടില്ല. എന്തോ അത് ഈ വണ്ടി എടുത്തുകൊണ്ട് വന്നപ്പോൾ തൊട്ട് ആ സാധനമുണ്ട്. അവിടെ നേരത്തെ ബില്ലറ്റിൻ്റെ ബേസ് ഇരിപ്പുണ്ടായിരുന്നു. ഇവിടെ ഒരു ബില്ലറ്റ് ഉണ്ടായിരുന്നു, ഒന്നിവിടെ, പിന്നെ ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇവിടെ കണ്ടോ. അപ്പോൾ ഈ സാധനം എന്തോ കൊണ്ടൊക്കെ പിടുത്തം. പക്ഷെ ഇത് ക്യാമറ അല്ല, ഞാൻ നോക്കിയത് എന്തുവാ ഐറ്റം. ക്യാമറയാണോ? ഒന്നും അതിൻ്റെ അത് കൊടുത്തില്ല, അതൊന്നും മനസ്സിലാവില്ല. അതറിയാവുന്നവർ കമൻറ്റിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്യാം കേട്ടോ ഫുള്ള്. പിന്നെ ഇതിങ്ങനെ ഇതൊക്കെ ഇപ്പോഴാണ് സീനൊന്നുമില്ല, തിളച്ച് മെക്കാനിക്കലവരായിട്ടുള്ള വീഡിയോ വരും. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് വീഡിയോ എന്തേ. അപ്പോഴത്തേക്ക് അതിനുള്ളൊരു ഉത്തരവായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത്. പാർട്ട് 2 അത് പറയാൻ പറ്റത്തില്ല. ഇത് പാർട്ട് 2 ആയിട്ട് ഞാൻ കൂട്ടത്തില്ല. ഇത് നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ എന്ത് പറ്റി വീഡിയോ കണ്ടില്ലല്ലോ ബ്രോ, വീഡിയോ എന്തേന്ന് എൻ്റെ അടുത്ത് പലവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അത് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. വണ്ടിയൊക്കെ ഞാൻ ഫുള്ള് കാണിച്ചതാണ് ഫസ്റ്റ് വീഡിയോയിൽ. ഞാൻ കാര്യം പറയാൻ വേണ്ടി ജസ്റ്റ് കാണിച്ചതന്നേ ഉള്ളൂ. അപ്പം ഇതാണ് കാരണം. ഈ മാസം ലാസ്റ്റിന് മുമ്പായിട്ട് സാധനം കയറും. അപ്പം വീഡിയോ പക്കായിട്ട് വരുന്നതായിരിക്കും. എല്ലാം നമ്മൾ ഫുള്ള് ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ തൊട്ട് നമ്മൾ വാഷിങ് വരെ പക്കായിട്ട് കോഡ് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഇവിടെ നിന്ന് അനക്കുന്ന വരെ വീഡിയോ നമ്മൾ ഇട്ട് ചാനൽ വരുന്നതാണ്. അപ്പം ഇവരെ സബ് ചെയ്തിട്ട് ബട്ടൺ ഓൾ ചെയ്യണം. അപ്പോൾ ചിലവർക്ക് നോട്ടിഫിക്കേഷൻ പോകത്തില്ല, ഓളിലിട്ടാൽ നോട്ടിഫിക്കേഷൻ പോകത്തുള്ളൂ. അപ്പോൾ സപ്പോർട്ട് അടിപൊളിയാണ്. ഇതേപോലെ മുന്നോട്ട് പോകും. ഇത് പാർട്ട് 1 ആയിട്ട് കൂട്ടരുത്, അല്ല പാർട്ട് 2 ആയിട്ട് കൂട്ടരുത്. ഇനി ഇടയ്ക്ക് തെറ്റിപ്പോകുന്നുണ്ട്. അത് നമ്മൾ വ്ളോഗിങ് കറക്റ്റ് അറിയത്തില്ല, അതാണ് പ്രശ്നം. പഠിച്ച് നമ്മളത് എൻ്റെ വ്ളോഗിങ് സെറ്റാക്കുന്നതായിരിക്കും. അപ്പം ഇതൊന്ന് ഇത്രയും ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അമ്മമാർക്ക് വന്ന് ഇതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ പക്കായിട്ട് നടക്കും. കഴുകലിൻ്റെ അവിടെ അപ്പുറം പക്കായിട്ട് നടക്കാം. അപ്പം ഓക്കെ, സ്റ്റേ ട്യൂൺ. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ ഓൾ ബട്ടൺ ഞെക്കണേ, ആ സാധനം അത് അറിയത്തില്ല, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങളുടെ ഇതേ സപ്പോർട്ട് ഇനിയും മുന്നോട്ട് തരിക. ഓക്കെ.